ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു പൂരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും പൂരി ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ. നമ്മളെല്ലാവരും പൂരി ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ മൈദ വെച്ചിട്ടാണ്, ചിലപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്, എല്ലാ ടൈപ്പിലും പൂരി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇതൊരു വ്യത്യസ്ത തരത്തിലുള്ള പൂരിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പൊട്ടറ്റോ കൊണ്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. ആലു പൂരി എന്ന് പറയും. നല്ല ടേസ്റ്റാണ്, വളരെ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റും, നല്ല ബബിളായിട്ട് ഇങ്ങനെ പൊന്തി വരുന്ന ഒരു പൂരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഏത് കറിയും അടിപൊളിയാണ്. കറി കൂട്ടി കഴിക്കാനും ഇനി കറി ഒന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായി കണ്ടോ, മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള ആ പൂരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ കഴിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. ഇനി നമ്മളെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും അവർക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പൂരി ഒരു വ്യത്യസ്ത തരത്തിലുള്ള പൂരിയാണല്ലോ. അപ്പോൾ ഇതിന് കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ. നമ്മളെ വീട്ടിലുള്ള കാര്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മതി. പക്ഷേ ടേസ്റ്റ് ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ സൂചി റവ, നമ്മളെല്ലാവരും ഉപ്പുമാവിന് റവ ഉപയോഗിക്കുമല്ലോ, അതിൽ ചെറിയ റവ ഉണ്ടല്ലോ, സൂചി റവ എന്ന് പറയും. അതാണ് ഞാനിവിടെ 2 കപ്പ് ഒഴിക്കുന്നത്. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് 250 ml കപ്പിന് 2.5 കപ്പ് റവയാണ് ഇവിടെ എടുത്തത്. 2.5 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടണം. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് എല്ലാ സ്ഥലത്തേക്ക് എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമായ സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളം ഞാൻ 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ സൂചി റവയിൽ വെള്ളം ഒഴിച്ചാൽ എത്രയായാലും കുതിർന്നാൽ വെള്ളം തീരെ ഇല്ലാത്തതുപോലെയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോഴേക്കും നമുക്കറിയാം അതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചാലും തീരെ ഒരു ഡ്രൈ ആയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് സൂചി റവ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങൾ സ്പൂൺ വെച്ച് കുഴച്ചാൽ അത് അതിൻ്റേതായ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി മൈദപ്പൊടിയൊക്കെ കുഴക്കുന്ന പോലെയല്ല. സൂചി റവ കുഴക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കുഴഞ്ഞ് കിട്ടില്ല എന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി അത് കുറച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. കുറച്ച് ടൈം കഴിഞ്ഞ് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് 2 പൊട്ടറ്റോ, ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് നല്ല പീസാക്കിയിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് പീസാക്കിയിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി തൊലി കളഞ്ഞിട്ടില്ല, നല്ലോണം കഴുകിയിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. ഉപ്പിടണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ കട്ടയില്ലാതെ നന്നായി ഉടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാവ് നോക്കിയാൽ മാവ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാവ് ആ മാവിലേക്ക് ഈ പൊട്ടറ്റോയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴയ്ക്കുക. അപ്പോൾ ഈ പൊട്ടറ്റോ ആ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരണം കേട്ടോ. അതേപോലെ തന്നെ നന്നായി ഒന്ന് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൈമിലൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ട് ഒരു സ്റ്റിക്കി ആയിട്ടായിരിക്കും ആ മാവ് ഉണ്ടാവുക. അതിന് കുഴപ്പമില്ല, നമ്മൾ റെഡിയാക്കാം. അത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കറുത്ത എള്ള് വീട്ടിലുണ്ടെങ്കിൽ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 സ്പൂണോളം കറുത്ത എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം, നമ്മൾ സാധാരണ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ഞാനൊരു സ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ചെറിയ മോനായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഞാൻ ഒഴിവാക്കി. ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം. പിന്നെ 1 കപ്പ് മല്ലിയില, പിന്നെ ഒരു 1.5 കപ്പ് മൈദപ്പൊടി, ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ്. കുറച്ച് നല്ല എരിവുണ്ടാവും ഈ നമ്മളെ പൂരിയിൽ, നല്ല എരിവുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പം ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 കപ്പ് മൈദയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മല്ലിയിലൊക്കെ നല്ല ചെറുതാക്കിയിട്ട് തന്നെ അരിയണം കേട്ടോ. നന്നായി നൈസാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പം മല്ലിയിലേൻ്റെ ആ സ്മെല്ലും ഇതൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു സ്മെല്ലായിരിക്കും മാവിന്. അപ്പോൾ ഞാനൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മാവ് നന്നായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മാവ് നല്ല ഡ്രൈ ആയിട്ട് കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ബോളാക്കിയിട്ട് എടുത്തിട്ട്
സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ചപ്പാത്തി പലകയിലിട്ടിട്ട് പരത്തിയെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇത് പറഞ്ഞുതരാം. നിങ്ങളിതുപോലെ ബോളാക്കിയിട്ട് നിങ്ങളെ കയ്യിൽ നമ്മളെ പത്തിരിയൊക്കെ പരത്തുന്ന പ്രസ്സർ ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ബോളാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ ഓയിലോ എന്തെങ്കിലും ആ ബോൾ നമ്മളുണ്ടാക്കിയ ആ ബോൾ ഉണ്ടല്ലോ, ബോൾ പോലെ ആക്കിയിട്ട് അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഒരു പ്രസ്സർ എടുത്തിട്ട്, പ്രസ്സറിൽ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു അടേൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ ഓയിലിൻ്റെ കവറോ വെളിച്ചെണ്ണയുടെ കവറോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അതാണ് നല്ല നല്ല നൈസ് കവറായിരിക്കും ഉള്ളിൽ. എന്നിട്ട് ഇത് രണ്ടും ഇതുപോലെ വെച്ചിട്ട് പ്രസ്സറിലിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പൂരി കറക്റ്റായിട്ട് ഒന്ന് ഇത് വരും. പക്ഷെ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇത് റവ വെച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് ഒന്നിങ്ങനെ ഒരു വലിഞ്ഞ റബ്ബർ പോലെ നമ്മളൊരു അങ്ങനെ പറയുമല്ലോ, കുറച്ച് വലിഞ്ഞ ടൈപ്പിലായിരിക്കും, സ്റ്റിക്കി ആയിട്ടായിരിക്കും മാവ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കുറച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പം നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ അത് ഒന്ന് കുറച്ച് നല്ല വലുപ്പം ഉണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ കുറച്ച് ചെറുതായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പൂരി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് പൂരി ആയാലും മൈദ പൂരി ആയാലും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. പരത്തൊന്നും വേണ്ട, പ്രസ്സറിൽ വെച്ച് പരത്തിയാൽ നമ്മൾ പെട്ടെന്ന് പണി കഴിയും ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റൗണ്ടായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇതൊന്ന് സ്റ്റിക്കി ആയതുകൊണ്ടാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടായത്. പക്ഷേ ഇത് സാധാരണ നമ്മൾ സൂചി ആയത് മാത്രം ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മൈദയോ ഗോതമ്പൊക്കെ ആണെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. പക്ഷേ എന്നിട്ട് നമ്മൾ നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്താൽ നമ്മൾ ബോളായിട്ട് ഇത് പൂരി കിട്ടും കേട്ടോ. അത് നല്ല ടേസ്റ്റാട്ടോ. അതിൽ മല്ലിച്ചപ്പിൻ്റെയും നമ്മൾ എള്ളും ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലുമാണ്. ഇത് ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ടിട്ട് അങ്ങനെ പൂരി ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടാൽ അത് കാണാൻ ഇതിലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കയ്യിലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഇടുക. അപ്പോൾ ഇതും കൂടി എടുത്തപ്പോൾ നമ്മൾ അടിപൊളി പൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൂരിയല്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നല്ല ബബിളായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് പൂരി. ഇതുപോലെ ഞാൻ എല്ലാ പൂരിയും ഇതുപോലെ എടുത്ത് വെക്കുക. അപ്പം നമുക്ക് ആരും വേണ്ട ഈ പൂരി പരത്തി തരാൻ ഒരാളും ചുട്ടെടുക്കാൻ ഒരാളും ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് പൂരി വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് ഈ പ്രസ്സർ കൊണ്ടുവച്ചിട്ട് ഓരോ മാവും ബോളാക്കി ആദ്യം എടുത്ത് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഓരോന്നും പ്രസ് ചെയ്ത് അതേ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പൂരി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ പൂരിയിലേക്ക് നമുക്ക് കറികളൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറച്ച് കട്ടിയിലായിരിക്കും ഈ പൂരി ഉണ്ടാവുക. നല്ല കുറച്ച് നമ്മൾ സാധാരണ പൂരിനേക്കാളും കുറച്ചും കൂടി കട്ടി ഉണ്ടാവും കേട്ടോ ഈ പൂരിക്ക്. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് പൂരിയാണ്. ഒരു ഇത് തീരെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഈ പൂരി. അപ്പോൾ അതിലേക്ക് ഞാനൊരു മുട്ട ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ. അപ്പോൾ അടിപൊളി പൂരിയും മുട്ടക്കറിയാണ് ഞാൻ നമ്മുടെ ഡിന്നറിലായിട്ട് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുട്ടക്കറിയുടെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.